നമസ്കാരം. ഓണക്കാലം അടുത്തെത്തുന്നതോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, യൂട്യൂബ് തുടങ്ങിയവയിൽ ക്ഷേമ പെൻഷനുകളെക്കുറിച്ചും സൗജന്യ ഓണക്കിറ്റുകളെക്കുറിച്ചും സർക്കാർ ജീവനക്കാരുടെ DA വർധനവിനെക്കുറിച്ചും നിരവധി വാർത്തകളും വീഡിയോകളുമാണ് പ്രതിദിനം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്തകളൊക്കെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതും ഏറെ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. സർക്കാരിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പുകളും ഉത്തരവുകളും കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കൂ. വരാനിരിക്കുന്ന ഈ ഓണക്കാലത്തിന് മുന്നോടിയായി സാധാരണക്കാരായ ജനങ്ങളുടെ കൈകളിൽ യഥാർത്ഥത്തിൽ എത്ര രൂപ എത്തും, ഏതൊക്കെ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ ഓണക്കിറ്റുകൾ ലഭിക്കാൻ അർഹതയുള്ളത്, 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യവും വസ്തുതാപരവുമായ വിവരങ്ങളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. എല്ലാവരും പൂർണ്ണമായും ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട കുടുംബങ്ങളും വയോധികരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം. നിലവിൽ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് ജൂലൈ മാസത്തെ പെൻഷൻ തുക വിതരണം സംസ്ഥാനത്തുടനീളം അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ കേന്ദ്രവിഹിതമാണ് നൽകി തീരാറാകുന്നത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും നേരിട്ട് പണം കൈപ്പറ്റുന്നവർക്ക് സഹകരണ സംഘം പ്രതിനിധികൾ വഴി വീടുകളിലെത്തിയുമാണ് തുക സുരക്ഷിതമായി കൈമാറുന്നത്. അക്കൗണ്ടിൽ പണം ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ലാത്തവർ യാതൊരുവിധ ആശങ്കയും കാണിക്കേണ്ടതില്ല. ഓരോ ബാങ്കിന്റെയും പ്രോസസ്സിംഗ് സമയത്തിനുള്ള വ്യത്യാസം മാത്രമാണ് ഇത്തരം വൈകലുകൾക്ക് കാരണം. ഇനി ഏവരും ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം ഓണത്തിന് മുന്നോടിയായി 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ലഭിക്കുമോ എന്നതാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമോ ഔദ്യോഗിക ഉത്തരവോ പുറപ്പെടുവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ മുൻകാലങ്ങളിൽ ഓണക്കാലത്ത് മുൻകൂറായി പെൻഷൻ നൽകിയ ചരിത്രമുള്ളതിനാൽ ഇത്തവണയും സർക്കാർ അത് പരിഗണിച്ചേക്കാം എന്ന പ്രതീക്ഷ മാത്രമാണുള്ളത്. അതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. ക്ഷേമ പെൻഷൻ തുക തടസ്സങ്ങളൊന്നുമില്ലാതെ അക്കൗണ്ടിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ ഗുണഭോക്താക്കൾ അടിയന്തരമായി പൂർത്തിയാക്കേണ്ട 2 പ്രധാന കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ബാങ്ക് അക്കൗണ്ട് KYC അപ്ഡേഷനും ആധാർ ലിങ്കിങ്ങുമാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇനാക്റ്റീവ് ആവുകയോ ആധാർ കാർഡുമായി കൃത്യമായി ബന്ധിപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ തുക ബാങ്കിൽ നിന്നും തിരിച്ചയക്കപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി അത്ര തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പെൻഷൻ മസ്റ്ററിംഗ്. സെപ്റ്റംബർ മാസം 30 വരെയാണ് ഇതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൃത്യസമയത്ത് തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് അഥവാ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം പുറത്തുപോകാൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്കും വയോധികർക്കും അക്ഷയ പ്രതിനിധികൾ നേരിട്ട് വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്തു നൽകാനുള്ള പ്രത്യേക സൗകര്യവും നിലവിൽ ലഭ്യമാണ്. അതിനാൽ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഈ കാര്യങ്ങൾ ഉടനടി ചെയ്തു തീർക്കേണ്ടതാണ്. ഓണക്കാലത്ത് പൊതുവിപണിയിലുണ്ടാകുന്ന കടുത്ത വിലക്കയറ്റം ഓർത്ത് ആശങ്കപ്പെടുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം. ഇത്തവണയും AY വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പായസം ഉൾപ്പെടെയുള്ളവ ഉണ്ടാക്കാൻ ആവശ്യമായ 16ഓളം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ വിപുലമായ കിറ്റുകളാണ് സപ്ലൈകോ വഴി വിതരണത്തിനായി അതിവേഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേമ സ്ഥാപനങ്ങളിൽ കഴിയുന്ന അന്തേവാസികൾക്ക് 4 പേർക്ക് 1 കിറ്റ് എന്ന തോതിലായിരിക്കും ഓണക്കിറ്റുകൾ ലഭ്യമാവുക. സപ്ലൈകോ വെയർഹൌസുകളിൽ നിന്നും റേഷൻ കടകളിൽ എത്തിക്കുന്ന ഈ സൗജന്യ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10ഓടെ സംസ്ഥാനത്തുടനീളം ആരംഭിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. മഞ്ഞ കാർഡ് ഉടമകൾ ഒഴികെയുള്ള മറ്റു മുൻഗണനാ വിഭാഗങ്ങൾക്കോ PHH പിങ്ക് കാർഡ് പൊതുഭാഗങ്ങൾക്കോ നീല, വെള്ള റേഷൻ കാർഡുകൾ സൗജന്യ ഓണക്കിറ്റുകൾ നൽകുമോ എന്ന സംശയം പലർക്കുമുണ്ട്. എന്നാൽ ഇവർക്ക് സൗജന്യ കിറ്റ് നൽകുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിലവിൽ യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണവും വന്നിട്ടില്ല. മുൻപ് കോവിഡ് മഹാമാരിയുടെ സമയത്ത് ജനങ്ങളുടെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ സൗജന്യമായി കിറ്റുകൾ വിതരണം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് അത് പ്രത്യേക മുൻഗണന അർഹിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയായിരുന്നു. എന്നാൽ മഞ്ഞക്കാർഡ് ഇല്ലാത്തവർ നിരാശപ്പെടേണ്ടതില്ല. എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കുമായി സപ്ലൈകോ വളരെ തുച്ഛമായ നിരക്കിൽ സബ്സിഡി കിറ്റുകൾ വിപണിയിൽ ലഭ്യമാക്കുന്നുണ്ട്. ഓണക്കാലത്തെ പൊതുവിപണിയിലെ വിലക്കയറ്റം കൃത്യമായി പിടിച്ചു നിർത്തുന്നതിനും സാധാരണക്കാർക്ക് ആശ്വാസം എത്തിക്കുന്നതിനുമായി സപ്ലൈകോയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഓണം ഫെയറുകളും സബ്സിഡി വിപണിയും ആരംഭിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വാങ്ങാൻ സാധിക്കുന്ന തരത്തിൽ അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം സ്പെഷ്യൽ കിറ്റ് എന്നിങ്ങനെ 3 തരം സബ്സിഡി കിറ്റുകളാണ് സപ്ലൈകോ അവതരിപ്പിക്കുന്നത്. ഇതിൽ 1000 രൂപയുടെ അത്തം കിറ്റിൽ 1228 രൂപ വിലമതിക്കുന്ന 21 ആവശ്യ സാധനങ്ങൾ ലഭിക്കും. 1500 രൂപ മുടക്കി വാങ്ങാവുന്ന ഉത്രാടം കിറ്റിൽ 1900 രൂപയുടെ 25 ഉൽപ്പന്നങ്ങളും 2500 രൂപയുടെ തിരുവോണം സ്പെഷ്യൽ കിറ്റിൽ 3000 രൂപയോളം വിലമതിക്കുന്ന 30 ഉൽപ്പന്നങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്.
പൊതുവിപണിയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ അരി, വെളിച്ചെണ്ണ, പഞ്ചസാര തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ ഇതുവഴി ലഭ്യമാകുന്നത് കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും. മുൻഗണനാ റേഷൻ കാർഡുകൾക്കായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അർഹരായ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് പുതിയ കാർഡുകളുടെ വിതരണ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു എന്നത്. നിലവിലുള്ള നീല, വെള്ള കാർഡുകളിൽ നിന്ന് മുൻഗണനാ പട്ടികയിലേക്ക് മാറാൻ അപേക്ഷിച്ചവർ തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് ഫോണിൽ വരുന്ന SMS വഴിയോ അപേക്ഷിക്കുമ്പോൾ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് വഴിയോ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. മുൻഗണനാ BPL കാർഡുകൾ ലഭിക്കുന്നതോടെ സൗജന്യ അരിയും സൗജന്യ ഓണക്കിറ്റും കൂടാതെ ചികിത്സാ ധനസഹായങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് നിരവധി സർക്കാർ ക്ഷേമ പദ്ധതികൾക്കും ആനുകൂല്യങ്ങൾക്കും ഈ കുടുംബങ്ങൾ യോഗ്യരായി മാറുന്നതാണ്. സർക്കാർ ജീവനക്കാരും സർവീസ് പെൻഷൻകാരും ഓണക്കാലത്ത് ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ക്ഷാമബത്ത DA വർധനവും കുടിശ്ശിക വിതരണവും. ഓണത്തിന് മുൻപായി ജീവനക്കാർക്ക് DA വർധനവ് അനുവദിക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന രീതിയിൽ വൻതോതിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ധനവകുപ്പിന്റെയും സംസ്ഥാന മന്ത്രിസഭയുടെയും അന്തിമ തീരുമാനവും ഔദ്യോഗിക ഗവൺമെന്റ് ഓർഡറും പുറത്തുവന്നാൽ മാത്രമേ ഇതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും DA വർധനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾക്കായി കാത്തിരിക്കുകയാണ് വേണ്ടത്. ഓണക്കാലത്ത് സ്കൂൾ അവധികളെക്കുറിച്ചും സബ്സിഡി കിറ്റുകളുടെ പാക്കേജ് തുകകളെക്കുറിച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വ്യാജവുമായ പല സന്ദേശങ്ങളും വാർത്തകളും യൂട്യൂബ് ചാനലുകളിലും വാട്സപ്പിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ സപ്ലൈകോയുടെയോ വാർത്താക്കുറിപ്പുകൾ, ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവ പരിശോധിച്ച് മാത്രം വിവരങ്ങളുടെ സത്യസന്ധത ഉറപ്പുവരുത്തുക. യൂട്യൂബിലും മറ്റും കാണുന്ന വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, വരാനിരിക്കുന്ന ഓണക്കാലത്ത് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, റേഷൻ കടകൾ വഴിയുള്ള സബ്സിഡികൾ എന്നിവയെക്കുറിച്ച് കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഏവരെയും സഹായിക്കും. നിത്യജീവിതത്തിൽ ഏറെ ഉപകാരപ്പെടുന്ന ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. Please subscribe our channel.